ആയുഷ്മാൻ ഭാരത് യോജന 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സാ സഹായം ലഭിക്കുന്ന ഒരു പദ്ധതിയാണിത്. ആയുഷ്മാൻ ഭാരത് യോജന എന്ന പദ്ധതി ഇതിൻ്റെ പ്രയോജനങ്ങൾ നമ്മെപ്പോലെയുള്ള സാധാരണ ജനങ്ങൾക്ക് എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതാണ് നമ്മളിതിൽ കൂടെ നോക്കാൻ പോകുന്നത്. ഒരു കുടുംബത്തിലെ അംഗങ്ങളുടെ പരിധി നിശ്ചയിക്കാതെ തന്നെ ആൺ പെൺ വ്യത്യാസമില്ലാതെ ഈ പദ്ധതിയിൽ നിന്നുള്ള ആനുകൂല്യം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ രാജ്യത്തുള്ള പൗരന്മാരിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജനങ്ങളെ ഉദ്ദേശിച്ചാണ് ഭാരത സർക്കാർ ഈ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. ആയുഷ്മാൻ ഭാരത് യോജന, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്നെല്ലാം അറിയപ്പെടുന്നത് ഈ ഒരു പദ്ധതിയാണ്. PMJY എന്ന് ഇതിനെ ചുരുക്കി അറിയപ്പെടുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2018 ഈ പദ്ധതിക്ക് തുടക്കമിട്ടത്. ഈ രാജ്യത്തെ പാവപ്പെട്ട ആൾക്കാരെ ഉദ്ദേശിച്ച് തുടങ്ങിയിട്ടുള്ളതാണ് ഈ പദ്ധതി. ഇത് ഒരു തരത്തിലുള്ള സാധാരണ ജനങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് പോലെ പ്രയോജനപ്പെടുവാൻ വേണ്ടിയിട്ടാണ് രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ളത്. ഈ പദ്ധതി അനുസരിച്ച് ഇതിൻ്റെ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സാ സഹായമാണ്. സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള സ്വകാര്യ ആശുപത്രികളിലും ഈ സേവനം ലഭ്യമാണ്. ഈ പദ്ധതിയിൽ അംഗമാകാൻ നിങ്ങളുടെ പൂർണ്ണമായ വിവരശേഖരണം ആവശ്യമാണ്. ആർക്കൊക്കെയാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. ഈ ആനുകൂല്യം ലഭിക്കാൻ അർഹതയുള്ളത് ഒന്നാമതായി സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്നതും വാർഷിക വരുമാനം വളരെ കുറഞ്ഞ ആൾക്കാർക്കുമാണ്. അതായത് അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഒന്നാമതായി പരിഗണിക്കുന്നത്. ഇപ്പോൾ ഈ പദ്ധതിയിൽ അംഗമാകാൻ ചില പുതിയ മാർഗനിർദ്ദേശങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ പ്രകാരം ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർ, അതുപോലെ മണ്ണ് കൊണ്ടുള്ള വീടുകളിൽ താമസിക്കുന്നവർ, മൺചുവരുകൾ, മേൽക്കൂര മണ്ണ് കൊണ്ട് ഉള്ള വീടുകളിൽ താമസിക്കുന്നവർ, അതുപോലെ മറ്റ് അംഗങ്ങളില്ലാതെ ഒറ്റപ്പെട്ട് താമസിക്കുന്നവരും, അവരുടെ പ്രായപരിധി 16 മുതൽ 59 വയസ്സ് വരെയാണ് നിജപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെ ആദിവാസി വിഭാഗക്കാർ, പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർ, ദിവസ വേതനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ, അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള അംഗവൈകല്യം സംഭവിച്ചവർ, കുടുംബനാഥനായിട്ടുള്ള മുഴുവൻ അംഗങ്ങൾക്കും ഈ ആയുഷ്മാൻ യോജന പദ്ധതിയുടെ പരിധിയിൽ വരുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് ഇതിൽ നിങ്ങൾക്ക് അംഗമാകാൻ സാധിക്കുമോ എന്നറിയുന്നതിനുമൊക്കെ 14555 എന്ന നമ്പറിലും ആയുഷ്മാൻ ആപ്പിലും. അടുത്തതായിട്ട് ആയുഷ്മാൻ ഗോൾഡൻ കാർഡ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഒരു കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണത്തിൽ യാതൊരു പരിമിതിയും വയ്ക്കാതെ തന്നെ, ഒരു വലിപ്പച്ചെറുപ്പവുമില്ലാതെ, ആൺ പെൺ വ്യത്യാസവുമില്ലാതെ, പ്രായവ്യത്യാസം പരിഗണിക്കാതെയാണ് ആയുഷ്മാൻ ഗോൾഡൻ കാർഡിന് അർഹത ഉള്ള ആൾക്കാരെ കണ്ടെത്തുന്നത്. രാജ്യത്തുടനീളമുള്ള 13,000-ലധികം സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ ഈ കാർഡിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും. ഇതിനായിട്ട് നമുക്ക് ഓൺലൈനായും ഓഫ്ലൈനായും നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ കാർഡ് ലഭിച്ചതിന് ശേഷം എന്തൊക്കെ അസുഖങ്ങൾക്കുള്ള ചികിത്സ ലഭിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. ആയുഷ്മാൻ പദ്ധതിക്ക് കീഴിലുള്ള ആയുഷ്മാൻ ഗോൾഡൻ കാർഡിലൂടെ എല്ലാ തരത്തിലുള്ള പഴയതും പുതിയതുമായിട്ടുള്ള അസുഖങ്ങൾക്ക് ചികിത്സ സൗജന്യമായിരിക്കും. മാരകമായിട്ടുള്ള ക്യാൻസർ പോലെയുള്ള 1500-ൽ പരം അസുഖങ്ങൾക്കുള്ള ചികിത്സ ഇതിലൂടെ സാധ്യമാകുന്നുണ്ട്. ഇത് ആയുഷ്മാൻ ഗോൾഡൻ കാർഡ് ഇത് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഹോസ്പിറ്റലിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ ആയുഷ്മാൻ കാർഡ് സമർപ്പിക്കണം എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നീട് ഒരു പേപ്പർ വർക്കോ പണമോ ആവശ്യമില്ലാതെ തുടർ ചികിത്സ നേടാവുന്നതാണ്. എഴുത്തുകുത്തുകളും പണമിടപാടുകളും പൂർണ്ണമായും ഒഴിവാക്കിയുള്ള സൗജന്യ ചികിത്സയാണ് ഇതിലൂടെ പദ്ധതിയിടുന്നത്. രാജ്യത്തുടനീളമുള്ള ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന അംഗത്വത്തിലൂടെ സൗജന്യ ചികിത്സ ലഭിക്കുന്നതാണ്. ഇതിൽ ചികിത്സാ സഹായവും യാത്രാ ചിലവുകളും എല്ലാം ഉൾപ്പെടുന്ന രീതിയിലായിരിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ ചാനൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുവെന്ന് തോന്നുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.